പക്ഷേ പി ജി പത്മകുമാർ താങ്കൾ കഴിഞ്ഞ ആഴ്ച അവിടെ നിന്ന് വന്നിട്ടേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു 2019 കണക്ക് നോക്കുമ്പോൾ 1.6 കോടിയായിരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം കഴിഞ്ഞ കൊല്ലം 2.3 കോടിയായി വരുന്നു. എനിക്ക് തോന്നുന്നു ഇത്തവണ അതിലും കൂടുതൽ ഒരു 3 കോടിയിലേക്കൊക്കെ പോകാവുന്ന വിധത്തിലുള്ള പൊട്ടൻഷ്യൽ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ശ്രീ വിൻസെന്റ് പറഞ്ഞത് മാതിരി ഇപ്പോൾ പഹൽഗാം, ഗുൽമാർഗ് അതല്ലെങ്കിൽ സോൺമാർഗ് തുടങ്ങിയ ടൂറിസം മേഖലകളിലൊക്കെ വലിയ ആർമി കവർ ഉണ്ടെങ്കിൽ ആളുകൾക്ക് അവിടെ സ്വതന്ത്രമായി സ്വച്ഛമായി ടൂറിസം സാധ്യമാവുകയുമില്ല. അതുകൊണ്ട് സ്വാഭാവികമായും അത്ര വലിയ ലെയേർഡ് സെക്യൂരിറ്റി അവിടെ ഉണ്ടാവുകയുമില്ല. ഈ കശ്മീരിൽ പോയ അനുഭവം വെച്ച് എന്താണ് താങ്കൾക്ക് അക്കാര്യത്തിൽ തോന്നുന്നത്? ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യവും ഇതേ സമയം ഞാൻ കാശ്മീരിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യം തമ്മിലുള്ള ഒരു വ്യത്യാസം കൂടെ പറഞ്ഞേക്കാം. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര ടൈറ്റൻ സെക്യൂരിറ്റി, അതായത് ഈച്ച് ആൻഡ് എവറി കോർണറിൽ പോസ്റ്റുകൾ, ജനങ്ങളുടെ മുഖത്തൊരു ഭീതി, ഇതൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ ജനങ്ങൾ കുറച്ചുകൂടെ റിലാക്സ്ഡാണ്. മാത്രമല്ല അവരവരുടെ തൊഴിലുകൾ ഇപ്പോൾ നമുക്ക് ഇതിൽ പ്രത്യേകിച്ച് കാണേണ്ട ഒരു കാര്യം, ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഈ ടൂറിസ്റ്റുകളുടെ കണക്ക് പറഞ്ഞില്ലേ, ഇപ്പോൾ അവിടെ ടൂറിസം സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ, സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ, ഇനി നവംബർ വരെയുണ്ട്. ഈ സമയം തിരഞ്ഞെടുത്തത് തന്നെ ഭയങ്കര കാൽക്കുലേറ്റഡ് ആയിട്ടാണ്. ഇത് ഭയങ്കര ഒരു എക്കോണമിക് ബൂം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഈ ഒരു 8 മാസം കാശ്മീരിൻ്റെ സമ്പദ്ഘടനയെ വളരെ ഹൈപ്പിൽ കൊണ്ടുപോകുന്ന ഒരു സമയമാണ്. ഇപ്പം തന്നെ ഞാനൊരു 6-6:30 മണിക്ക് രാവിലെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 7 മണിയൊക്കെ ആകുമ്പോൾ ദാലിൻ്റെ എല്ലാ ഗേറ്റിലും 13 ഗേറ്റ് എങ്ങാണ്ടുണ്ട്. ആ 13 ഗേറ്റിലും ടൂറിസ്റ്റുകളുടെ തിരക്കാണ്, വണ്ടികളുടെ ബ്ലോക്കാണ്. അപ്പോൾ ഇപ്പം തന്നെ ഇങ്ങനെ ആയി കഴിയുമ്പോൾ ഇനിയൊരു 8 മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ ഭയങ്കരമായ എക്കണോമിക് ബൂം. അത് മാത്രമല്ല, അടുത്ത കാര്യം കേട്ടോളൂ. ഇപ്പോൾ സാറ് പറഞ്ഞു നിർത്തിയിടത്തുനിന്ന് ഞാനും പറയാം, എത്രയോ യുവാക്കൾ പുതിയ വണ്ടികൾ എടുത്തിട്ടയക്കുന്നു ടൂറിസ്റ്റുകളെ കൊണ്ടുപോകാൻ. ടൂറിസ്റ്റുകൾക്ക് ഹോട്ടലിൽ റൂമില്ല. ശരിക്കും ഞാൻ ലേയിൽ നിന്ന് തിരിച്ച് ശ്രീനഗറിലോട്ട് എത്തുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ട് പോയതാണ്, ഞാൻ സെയിം ഹോട്ടലിൽ എനിക്ക് റൂം വേണമെന്ന്. പക്ഷേ അവർക്ക് എനിക്ക് ആ റൂം തരാൻ സാധിച്ചില്ല. അത്രയും മാത്രം തിരക്ക്. റെസ്റ്റോറൻറ്റുകൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. ഈവൻ നമ്മുടെ ഈ ക്രിക്കറ്റ് ബാറ്റ് വിൽക്കുന്നവർക്ക് വരെ ഭയങ്കരമായിട്ടുള്ള ഒരു തിരക്കുള്ള ഒരു സമയം. അവർക്ക് നല്ല കച്ചവടമുണ്ട്. ഇതിനനുസരിച്ചിട്ട് വേറൊരു സംഭവം കൂടെ ഉണ്ട്. ഈ ആൾക്കാരുടെ ഇടയ്ക്ക് ഇപ്പോൾ പുൽവാമയായാലും കുപ്വാരയായാലും ഈ പഹൽഗാം ആയാലും സോൻമാർഗിലായാലും എല്ലാ സ്ഥലത്തും മുക്കിലും മൂലയിലും ഞാൻ വണ്ടി ഉള്ളതുകൊണ്ട് വണ്ടി ഓടിച്ച് പോയിട്ട് ഹോം സ്റ്റേകളിൽ താമസിച്ചു, അവരുടെ വീട്ടിൽ നിന്ന് ഫുഡുകൾ കഴിച്ചു. അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇവരുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ തീവ്രവാദത്തിനെതിരെ കാശ്മീരിൽ ഒരു സമരം ഉണ്ടാവുക, അത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു കുറച്ച് നാൾ മുമ്പ്.